അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഞെട്ടിക്കുന്നതും അതിശയകരവുമായ ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സഖ്യകക്ഷികളിലൊന്നായിരുന്ന ഇറാൻ ഇപ്പോൾ റഷ്യയുടെ മുന്നിൽ വെച്ച് ഇന്ത്യയെ പരസ്യമായി ആക്ഷേപിച്ചിരിക്കുന്നു. റഷ്യയോട് അവർ ചോദിച്ചത്, ഇന്ത്യ ഒരു അമേരിക്കൻ സഖ്യകക്ഷിയായിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് സുഖോയ് 57 യുദ്ധവിമാനങ്ങളും S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നൽകുന്നത്? എന്തിനാണ് അവർക്ക് സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നത്? നിങ്ങൾ ഇന്ത്യയെ ഒരു തരത്തിൽ സഹായിക്കാൻ പാടില്ല. ഇത് വെറും ഒരു സാധാരണ പ്രസ്താവനയായി കാണാൻ പറ്റില്ല. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ ഒരു മുതിർന്ന നയതന്ത്രജ്ഞനും മുൻ അംബാസഡറും ആണവ വിഷയത്തിലെ പ്രധാനപ്പെട്ട മധ്യസ്ഥനുമായിരുന്ന സയ്യിദ് ഹുസൈൻ മൊസാവിയാണ്. ചുരുക്കി പറഞ്ഞാൽ, റഷ്യ ഇന്ത്യക്ക് നൽകിയ പ്രത്യേക പരിഗണനയെ ഇറാൻ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു യുദ്ധവിമാനമോ S-400 സംവിധാനമോ നൽകുന്നില്ല, എന്നിട്ടും ഒരു അമേരിക്കൻ സഖ്യകക്ഷിയായ ഇന്ത്യക്ക് നിങ്ങൾ അത് വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് ഇറാന്റെ പ്രധാന ആക്ഷേപം. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞത്? ഈ പ്രശ്നത്തിന്റെ തുടക്കം ഇറാനും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ മാസം നടന്ന സംഘർഷത്തിൽ നിന്നാണ്. അന്നത്തെ വ്യോമാക്രമണങ്ങളെ തടഞ്ഞുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വ്യോമസേനയ്ക്ക് ആധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ അഭാവമുണ്ടെന്ന് അവർ സമ്മതിച്ചു. ഇറാനിയ വ്യോമസേനയിൽ F-14, F-4, പഴയ MiG-29 പോലുള്ള പഴഞ്ചൻ വിമാനങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഇസ്രായേലിൻ്റെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധുനിക വ്യോമശക്തിക്ക് മുന്നിൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പിടിച്ചു നിൽക്കാൻ നന്നേ ബുദ്ധിമുട്ടി. നേരത്തെ ഇറാൻ അവരുടെ വ്യോമസേന ശക്തിപ്പെടുത്തുന്നതിനായി റഷ്യയുമായി 2 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ കരാറുകൾ റഷ്യ പൂർത്തിയാക്കുകയോ മാനിക്കുകയോ ചെയ്തിട്ടില്ല. സുഖോയ് 35 യുദ്ധവിമാനങ്ങളും S-400 വേണ്ടിയായിരുന്നു ഈ കരാറുകൾ. സുഖോയ് 35 വിമാനങ്ങളുടെ കൈമാറ്റം ആരംഭിച്ചെങ്കിലും റഷ്യ 2 എണ്ണം മാത്രമാണ് ഇതുവരെ നൽകിയത്. ബാക്കിയുള്ളവ ഇതുവരെ കൊടുത്തിട്ടില്ല. S-400 കൊടുത്തിട്ടേ ഇല്ല. രസകരമായ കാര്യം, ഇറാനുമായി കരാറുണ്ടാക്കിയ അതേ സമയത്ത് അൾജീരിയയുമായും റഷ്യ കരാറിൽ ഒപ്പുവയ്ക്കുകയും അൾജീരിയയ്ക്ക് ഉപകരണങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ഇറാനിലേക്ക് വിതരണം നടന്നില്ല. ഇതാണ് ഇറാനെ ഇപ്പോൾ പ്രകോപിപ്പിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയ്ക്ക് 1700-ലധികം ഷാഹിദ് ഡ്രോണുകൾ നൽകി സഹായിച്ചിട്ടും അതിന് പ്രത്യുപകാരമായി റഷ്യ യാതൊരു വാഗ്ദാനവും നൽകിയില്ലെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഹെഷ്മത്തുള്ള പോലുള്ള മറ്റ് ഇറാനിയ ഉദ്യോഗസ്ഥരും സമാനമായ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റ് സയ്യിദ് ഹുസൈൻ മൗസാവി ഇന്ത്യയെ നേരിട്ട് ലക്ഷ്യമിട്ടു എന്നതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് റഷ്യ ഈ സൈനിക സാമഗ്രികൾ ഇറാനിലേക്ക് വിതരണം ചെയ്യാത്തത്? ഇവിടെ പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യയുമായുള്ള ബന്ധം റഷ്യയ്ക്ക് സന്തുലിതമാക്കണം. ഇറാനുമായി വലിയ തരത്തിലുള്ള സൈനിക ബന്ധം സ്ഥാപിച്ചാൽ ഇസ്രായേലും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ തിരിയുമെന്ന് അവർ ഭയക്കുന്നു. നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ആണെങ്കിലും ആ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം എണ്ണവില വർദ്ധിപ്പിക്കുകയും അത് റഷ്യയ്ക്ക് സാമ്പത്തികമായി ഗുണകരമാകുകയും ചെയ്തു. അതിനാൽ ഈ സംഘർഷം നിലനിൽക്കുന്നത് റഷ്യയ്ക്ക് സാമ്പത്തികമായി ലാഭകരമാണ്. അതുകൊണ്ടായിരിക്കാം റഷ്യ ഇറാനുമായി കരാറുകൾ ഒപ്പിടുന്നുണ്ടെങ്കിലും വിതരണം ചെയ്യാൻ മടിക്കുന്നത്. റഷ്യയോടുള്ള ഇറാന്റെ രോഷം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഇന്ത്യയോട് ദേഷ്യപ്പെടുന്നത്? ഇതിനും ചില കാരണങ്ങളുണ്ട്. ഇറാന് നിലവിൽ S-400 ആധുനിക യുദ്ധവിമാനങ്ങളോ ഇല്ലാത്തതിനാൽ അവരുടെ വ്യോമ പ്രതിരോധം ദുർബലമാണ്. മറുഭാഗത്ത് ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ആധുനിക F-35 യുദ്ധവിമാനങ്ങളും F-16 യുദ്ധവിമാനങ്ങളും ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് റഷ്യൻ S-400 സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ ആധിപത്യം സ്ഥാപിച്ചത് ഇറാനെ കൂടുതൽ നിരാശരാക്കി. കാരണം റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് അവരുടെ പരാതി. ഇതിന് പുറമെ കഴിഞ്ഞ ആഴ്ച വേറെയും ഒരു സംഭവം ഉണ്ടായി. പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡറോട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യൻ സർക്കാർ സഹായിച്ചില്ലെന്നും എന്നാൽ പാകിസ്ഥാൻ തങ്ങളെ പൂർണ്ണമായി സഹായിച്ചുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ പാകിസ്ഥാൻ തെക്കേ ഏഷ്യയിൽ അവരുടെ ഏറ്റവും നല്ല സഖ്യകക്ഷിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അല്ലെങ്കിലും വലിയ തോതിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയപരമായ ചില മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ സംഭവവികാസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം. എങ്കിലും ഈ സംഭവങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ പുതിയ ചില വഴികൾ തുറക്കുമെന്ന് സംശയമില്ല. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.